നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുമിത ചേച്ചി, പുലിപ്പാല് തേടി അയ്യപ്പൻ സ്വാമി കാട്ടിപ്പോയ കഥ അറിയോ? അയ്യപ്പസ്വാമിയെ കൊല്ലാനായിരുന്നു രണ്ടാനമ്മ കാട്ടിലേക്ക് അയച്ചത്. പുലി പിടിച്ച് തിന്നോളൂന്ന് വിചാരിച്ചു. ഒടുവിൽ അയ്യപ്പസ്വാമി പുലിപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് വരുന്ന കാഴ്ചയാ എല്ലാവരും കണ്ടത്. മണികണ്ഠന് അയ്യപ്പ പുരാണത്തിലൊക്കെ നല്ല അറിവുണ്ടല്ലോ. ഇവനെ ആളും മിടുക്കനാച്ചാ. ശരിക്കും വൃദ്ധമെല്ലാം നോക്കിയിട്ടാണോ ശബരിമലയിൽ പോകുന്നത്? അല്ലേ? ഇല്ലെങ്കി അയ്യപ്പൻ പണി തരുവേ. കള്ളസ്വാമിമാരെ അയ്യപ്പന് ഇഷ്ടമല്ല. മനുഷ്യന്റെ മൂഡ് കളയാൻ വേണ്ടിട്ട് വന്നോളൂ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇതവന്റെ അവസാനത്തെ യാത്രയല്ലേ? മടക്കയാത്ര ആംബുലൻസിലായിരിക്കില്ലേ? ഹലോ അങ്കിളെ, എവിടെത്തി? ഞങ്ങള് ഏകദേശം എരുമേലി എത്താറായി. അപ്പോ ഓപ്പറേഷൻ പറഞ്ഞ പോലെ തന്നെ എരുമേലിയിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്തല്ലേ? ആ ഓക്കെ ഓക്കെ, അത് തന്നെ. ഞാൻ നമ്മുടെ ടീമിനെ വിളിച്ച് സെറ്റ് ചെയ്യട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്കിളെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റിന്റെ പേരെന്താ പറഞ്ഞേ? ഞാനത് വിട്ടുപോയി. ഹോട്ടൽ സന്നിധാനമാണോ അതോ ശാസ്ത ഹോട്ടലോ? എനിക്കത് അവന്മാരോട് പറയാനാ. എടാ, എരുമേലി നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഏതാണോ ഉള്ളത്? ഒരു അന്നപൂർണ്ണ ഹോട്ടലുണ്ട് സാറേ. അത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒന്നാണ്. ആ എങ്കിൽ പിന്നെ വണ്ടി അന്നപൂർണയിലേക്ക് വിടും കേട്ടോ. ശരി സാർ. ശരിയേട്ടൻ ഉണർന്നിരിക്കുവാണ്. അതെ ആണ്, പക്ഷേ ശരി ശരി, കുളവാക്കണ്ട, വെച്ചോ. അത് തന്നെയാ നല്ലത്. ഓക്കെ. ആരാ അമ്പിയങ്ങളെ വിളിച്ചത്? ചേച്ചിയായിരുന്നു. നമ്മൾ എവിടെ എത്തി, ആഹാരം കഴിച്ചോ, അതൊക്കെ അന്വേഷിക്കാൻ വിളിച്ചാ. ഇപ്പൊ വിശപ്പില്ല, ഇവിടെ എവിടെയും നിർത്തണ്ട. നമുക്ക് കുറച്ചുകൂടെ അങ്ങ് പോയിട്ട് നോക്കാം. ദൈവമേ, പദ്ധതി മുഴുവൻ പാടുമല്ലോ. അയ്യോ, എരുമേലി കഴിഞ്ഞാ പിന്നെ നല്ല ഹോട്ടലൊന്നും ഇല്ലെന്നേ. അതൊന്നും പേടിക്കണ്ട സാറേ, ഹോട്ടലൊക്കെ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടപ്പോ ഏതോ മനോരാജ്യത്തിലാണെന്ന് മനസ്സിലായി. ഞാൻ വന്ന് അത് നശിപ്പിച്ചോ? ഒരു കൈക്കുമ്പിൾ പൂവെടുത്ത് മഴ പോലെ പെയ്യിക്കുന്ന ഒരാൾക്ക് ഒന്നും നശിപ്പിക്കാനാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇന്ന് ഞാനൊരു മനോരാജ്യത്താണെങ്കിൽ അവിടെ ഒരു യുവരാജാവും ഉണ്ടായിരിക്കും. അതാണ് എന്റെ മുന്നിൽ നിൽക്കുന്നയാൾ. അത്ഭുതമായിരിക്കുന്നു.
തൃപ്പങ്ങോട്ട് സുഭദ്രയ്ക്ക് കവിതയും വശമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കേട്ടിടത്തോളം സുഭദ്ര കളരിത്തറയിലെ മർമ്മമറിഞ്ഞ അഭ്യാസിയും അറിവിന്റെ നിറകൂടമാണ്. പെണ്ണഴകിന്റെ നാണവും ലജ്ജയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ സംശയിച്ചു. പെണ്ണിന്റെ അഴക് നാണവും ലജ്ജയും മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് അന്തസ്സും ആത്മാഭിമാനവുമാണെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കും. പക്ഷേ ഏത് പെൺകുട്ടിയും ആദ്യ രാത്രിയിൽ അവളുടെ പുരുഷന്റെ മുന്നിൽ ഒന്ന് ചൂളിപ്പോകുമോ എന്നൊരു സംശയം ഉണ്ടെനിക്കിപ്പോ. പ്രത്യേകിച്ചും ഒരു ശ്വാസനിശ്വാസത്തിന്റെ ദൂരത്തിൽ ഒരു അന്യപുരുഷൻ ആദ്യമായാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ അനുഭവം അങ്ങനെ തന്നെയാ. കോട്ടയ്ക്കൽ മേഘനാഥന്റെ തലവെട്ടം കണ്ടാൽ ഏത് പെണ്ണും നമസ്കാരം പറഞ്ഞ് ദൂരെ മാറി പോവുകയുള്ളൂ. പക്ഷെ ഇന്നിതാ ഒരു പെൺകുട്ടി. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചന്തമുള്ള പെൺകുട്ടി. അവൾ ഇന്നിതാ എന്റെ മുന്നിൽ നിൽക്കുന്നു, ഏറ്റവും പ്രണയം നിറഞ്ഞ മനസ്സോടെ, എന്നെ മാത്രം മനോരാജ്യം കണ്ട്. ഇനി വേണം നമ്മുടെ രണ്ടുപേരുടെയും ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരാൻ. പൂവും പൂമഴയോ അല്ല ഇനി നിന്നിൽ പെയ്തിറങ്ങാൻ പോകുന്നത്. ഈ മേഘനാഥന്റെ പ്രണയമഴയാണ് ഇനി എന്നും എപ്പോഴും നമ്മൾ ഒന്നായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസവിച്ച് വളർത്തിയതിനടക്കം 18 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തിട്ടാ എന്റെ അമ്മ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതും അയാള് പറഞ്ഞിട്ട്. ജോർജിലാ താമസം. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ആകെ ഉണ്ടായിരുന്നൊരു ജോലിയാ. മുന്നറിയിപ്പില്ലാതെ ആബ്സെന്റ് ആവുന്നു പറഞ്ഞിട്ട് സസ്പെൻഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം കാണിക്കാൻ പറഞ്ഞിരിക്കും. ഇപ്പം അറിയാം എനിക്ക് അതും വയ്യാ തീരുമാനവും. അതോടെ ഇപ്പൊ രാജീവ് രംഗനാഥന്റെ പേരിന്റെ കൂടെ അഹങ്കാരത്തോടെ ചേർത്ത് വെച്ചിരുന്ന കോളേജ് ലെക്ചർ എന്ന ലേബൽ അങ്ങെടുത്ത് മാറ്റാം. പിന്നെ ഈ രാജീവ് രംഗനാഥ് പൂജ്യമാ, ഒറ്റ പൂജ്യം. എന്നെ അവസ്ഥയിൽ എത്തിച്ച്. അതുകൊണ്ടൊന്നും പോരാ അവക്ക്. ഇനി ഭൂമിക്കടിയിലേക്ക് ചവിട്ടിയങ്ങ് താഴ്ത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ആത്മഹത്യാ ശ്രമം. മനസ്സിലായോ? ശാരീരത്തിന് ജീവനൊടുക്കിയെന്ന് ചോദിച്ച ബാക്കിയുള്ളവർ പറയുമല്ലോ. നിഷ്ഠൂരനായ ഭർത്താവിന്റെയും അയാളുടെ അമ്മയുടെയും അമ്മാവന്റെയും ഗാർഹിക പീഡനം. സ്ത്രീധനം ആവശ്യപ്പെട്ട് രക്തരക്ഷസുകളെ പോലെ അഴിഞ്ഞാടിയ ഭീകര തത്വങ്ങൾക്ക് ശേഷ ജീവിത ശിക്ഷ ജയിൽവാസം. അവിടെ കിടന്ന് നരകിച്ച് ചാവണം. എന്നെ ശിക്ഷിച്ച പോരേടോ. എന്തിനാണോ ഹൃദ്രോഗിയായ എന്റെ അമ്മയും ആ പാവം പിടിച്ച അമ്മാവനെ ശിക്ഷിക്കുന്നത്? എടോ, എനിക്ക് ജന്മം തന്നതിനും വളർത്തി വലുതാക്കിയതിനൊക്കെ അവര് ജയിലിൽ കിടന്ന് ശപിക്കണോ അല്ലേ? അതൊക്കെ ഇപ്പോഴേ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന് അയാളത്തെ പറഞ്ഞേക്ക്. രാജീവ് രംഗനാഥ് തീർന്നെന്ന് അറിയിച്ചേക്ക്.
സാറേ, ഇനിയൊരു ആത്മഹത്യ ഉണ്ടെന്ന് നെഞ്ചു പിളർക്കണ്ട. ഈ ജീവിതം തന്നെ ശിക്ഷയായിരിക്കുക രാജീവിന്. സാറേ താൻ കേട്ടിട്ടുണ്ടോ? പണ്ടേ നീ തുലയുന്നു, വിളക്കം കെടുത്തുന്നു. പണ്ടിനോട് പോയി പറഞ്ഞേക്ക് വിളക്ക് കെട്ട് കഴിഞ്ഞെന്ന്. ഇനി തൊലയ്ക്കാൻ നിക്കണ്ട. സാറേ സാറേ ഇങ്ങനെ കുടിക്കുന്നതാണ് എല്ലാത്തിനും പരിഹാരം. എടോ, മദ്യവും പെണ്ണും ഒരുപോലെ എന്നുവെച്ചാ രണ്ടും ഒരുപോലെ മയക്കും, കരലെടുക്കും. പക്ഷേ പെണ്ണിനേക്കാളും ഡീസൻസിയുണ്ടോ മദ്യത്തിന്. ഇത് അപകടകാരിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പെണ്ണത് പറയത്തില്ല. അവളുടെ പുഞ്ചിരിയില് ഒരു ചതി അവൾ ഒളിപ്പിച്ചു വെച്ചേക്കും. അതുകൊണ്ട് മദ്യത്തെ സ്നേഹിക്കാം, മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. ഇയാള് പോണോ? പോയി വേറെ പണിയെ നോക്ക്. ചെയ്തിടത്തോളം മാർഗങ്ങൾക്കൊക്കെ നന്ദി. ഇനിയും ആ സാധനത്തിനടുത്ത് എന്റെ തലയെടുത്ത് വെച്ചേട്ടാൻ വരില്ലേ? ഞാൻ വഴിയിൽ ജീവിച്ച് പൊക്കോട്ട് പ്ലീസ്. യാർക്കാക ഇത് യാർക്കാക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 90. എന്താ കഴിച്ചതിന്റെ പൈസ. ഞാനേ സാറിനോട് വാങ്ങിക്കൊണ്ടുവരാം. ആ. സർ, 90 രൂപയായി. എന്തിന്? കഴിച്ചതിന്. ശാലിനി ഒന്ന് നോക്കിക്കോണേ. താൻ കൊടുത്തോ? ഇല്ല, എന്റെ കയ്യിൽ ഇല്ലായിരുന്നു സർ. എന്നാ താൻ വണ്ടിയിലോട്ട് കയറ്. ആ ശരി സർ. ദേ കാശ് തന്നില്ല. ദേ കാശ് തന്നില്ല. കാശ് തന്നില്ല എന്ന്. സർ, അയാളല്ല, ഞാനാ കഴിച്ചത്. നിനക്കെന്താ വേണ്ടേ? 90 രൂപ. പോലീസുകാരുടെ കാശ് വയ്ക്കാറായിട്ട് നീ ഇവിടെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റിയോ? ശാലിനി, ശാലിനി, നിക്കടി നീ. ശാലിനി, ദേ പോലീസ്. അവരെന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ ജീപ്പിൽ കയറാൻ പറയുന്നു. ആര്? അവര്, ആ പോലീസുകാര്. എന്താ സർ, എന്താ പ്രശ്നം? എന്തിനാ വിജിലെ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്, പോലീസ് വാഹനം തടഞ്ഞതിന്. പോലീസ് വാഹനം തടഞ്ഞെന്നോ? അതിനിവിടെ ആരും തടഞ്ഞില്ലല്ലോ നിങ്ങളെ. എന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? സാറിന് നിശ്ചയിക്കാങ്കിലേ എനിക്ക് നിശ്ചയിക്കാം. കോടതിയിൽ പോലീസിന്റെയും സാധാരണ പ്രജകളുടെയും മൊഴിക്ക് ഒരേ വിലയാ. നിയമമൊക്കെ അറിയാലോ. എന്നാ നീയും കയറിക്കോ. ഇവിടെ ഭക്ഷണം വിളമ്പാനുള്ള പഞ്ചായത്തിന്റെ ലൈസൻസ്, ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ഉടങ്കൊല്ലി വണ്ടിയുടെ ഫിറ്റ്നസ്, ഇൻഷുറൻസ്, ടാക്സ്, പുക, അതുപോലെ ഇത് ഓടിക്കുന്നവന്റെ ലൈസൻസ്, മായം ചേർക്കൽ നിരോധനം ലംഘിച്ചിട്ടില്ല എന്നുള്ളതിന്റെ സർട്ടിഫിക്കേഷൻ, അങ്ങനെ സകലമാന കുന്തവും കുടച്ചക്രവും എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് നീ ഇവിടെ കട നടത്തിയാ മതി. എഴുന്നേറ്റ് പോയിട്ടാ എല്ലാരും. ഇവിടെ നീ കടയിലൊരു കുന്തമല്ല കൂടെ. ഇത് ന്യായമാണോ സാറേ? എന്താടാ നിനക്ക് പറഞ്ഞോടാ കൂടെ? കയറടി വണ്ടിയില്. ആകാശത്തിന് കീഴിലുള്ള സകലമാന സർട്ടിഫിക്കറ്റുകളും ചോദിക്കാൻ സാറിനെ നിയമം അനുവദിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സമയവും സാവകാശവും അതേ നിയമം എനിക്കും അനുവാദം തരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വണ്ടി കയറുന്നില്ല. വകുപ്പ് ഏതാന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? അതൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിക്കോളാം. അത് പോരല്ലോ സാറേ. പ്രതി ചേർക്കപ്പെടുന്നവർക്കും ബോധ്യം വരണമെന്നാ നിയമം പറയുന്നേ. എടി, ഇവിടെയും കൂട്ടി മര്യാദയ്ക്ക് വണ്ടി കയറാനാ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരുവേ.
വനിതാ പോലീസ് അല്ലാതെ ഒരാളും എന്റെ ദേഹത്ത് തൊടാൻ പോകുന്നില്ല സാറേ. തൊട്ടാൽ എന്താടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും കാലം എന്റെ ഫീസ് അടച്ചതും എന്നെ പഠിപ്പിച്ചതും എന്റെ അനൂപേട്ടൻ തന്നെയാ. ഇന്നലല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യയായത്. അതുവരെ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കിയത് എന്റെ അനൂപേട്ടനാ. അതുകൊണ്ട് ആരെ എവിടെ കിരിച്ചത് എന്തും പറയാനാണോ? സന്ദീപ്, തന്റെ ഫീസിന്റെ കാര്യങ്ങൾ എടുത്ത് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ആലോചിക്കാതെ ഭാര്യയുടെ അനിയത്തിയിലേത് കരുതി എടാ, അത് സച്ചിട്ട് സന്ദീപ്. അടച്ചിട്ടുണ്ടോ? അങ്ങനല്ലേ ഏട്ടാ? അതെ, അത് ഞാനാ അടച്ചത്. സച്ചിട്ട് എന്തൊരു മണ്ടനാ. ഏട്ടത്തി പറഞ്ഞു എന്ന് കരുതി ഉടനെ അതങ്ങെടുത്ത് അടയ്ക്കുവാണോ? അനൂപേട്ടനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? ആദ്യം പറഞ്ഞതുപോലെ അനൂപേട്ടനല്ലേ ഇത്രയും കാര്യം ഇതൊക്കെ ചെയ്തേ. പെട്ടെന്ന് ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അടച്ചിട്ട് സച്ചിയേട്ടനോ ഏട്ടത്തെയോ ആരെങ്കിലും ഒരാൾ അനൂപേട്ടനോട് ഇൻഫോം ചെയ്യണ്ടേ? ഭാര്യ എന്തെങ്കിലും പറഞ്ഞാ കുറച്ച് മാത്രം കേൾക്കണം. അതെങ്ങനെ അർച്ചനയെടുത്തില്ലെങ്കിൽ ജീവിതം നായെന്നൊക്കെ എന്ന് പറഞ്ഞാലേ നടക്കുന്നത്. കഷ്ടം. അല്ല, ഇവനിപ്പോ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടിയോ അതോ അനുപേട്ടന് വേണ്ടിയോ? അനുപേട്ട, സോറി അനുപേട്ട. എല്ലാം ചില തെറ്റിദ്ധാരണകളായിരുന്നു. നമ്മളൊക്കെ ഒന്നല്ലേ അനുപേട്ട? ഞങ്ങൾക്കൊരാപത്ത് വന്ന അനുപേട്ടനും അവിടെ എന്തെങ്കിലും വന്ന് ഞങ്ങളുമല്ലേ ഓടി വരേണ്ടവർ. അമ്മയെ പോലുള്ള ഒരു ഏട്ടത്തിൽ തന്ന വീടല്ലേ അത്. അർച്ചനയുടെ അനിയത്തി എന്റെ അനിയത്തിയല്ലേ അനുപേട്ട? ഒരു ഏട്ടന്റെ അവകാശമായി കണ്ട ഞാൻ ആ ഫീസ് അടച്ചത്. എന്നെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രശ്നം ഇതോടെ തീരട്ടെ. ഇത് അനുപേട്ടൻ കൈവച്ചോ? ഏതായാലും ഞാൻ അടച്ചു പോയില്ലേ. ഞാൻ എന്റെ പെങ്ങന്മാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ജീവൻ പോലും വേണ്ടെന്ന് വയ്ക്കും. അവർക്ക് വേണ്ടി അലയുമ്പോ അലച്ചിലൊരു വിലയില്ലെന്നറിയുമ്പോ ഇത്തിരി സങ്കടമായിപ്പോയി. സാരമില്ല, ക്ഷമിച്ചേക്ക. അതിനെ വാ. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വഴക്ക്? അപ്പൊ നിങ്ങള് അനൂപേട്ടും സച്ചിയുടെ കൂടിയുള്ള വഴക്ക് കൂടിപ്പോന്ന് കണ്ടപ്പോ ഞങ്ങളായിട്ട് പ്ലാൻ ചെയ്താ ഞങ്ങളുടെ വഴക്ക്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കോ? എന്തൊഴി? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഭീകര വഴക്കുണ്ടാക്കാം. ഇവരുണ്ടാക്കുന്ന വഴക്കിനേക്കാൾ വലിയ വഴക്ക്. അപ്പൊ അവർ നിർത്തിക്കോളും. ഓക്കെ, എന്താ സംഭവിച്ചോ? കൊള്ളാലോ രണ്ടുപേരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, വരൂന്നറിയിച്ച സമയത്ത് തന്നെ എല്ലാരും എത്തിയല്ലേ? പവിത്രമായൊരു ചടങ്ങ് നടക്കേണ്ടതല്ലേ? മുഹൂർത്തം തെറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രോ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വന്നത്. മഹി എവിടെ വിശ്വനാഥ? ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. മഹി വന്നേ.
എത്ര കാലം കൂടിയാ എന്റെ കുട്ടിയെ ഞാനൊന്ന് കാണുന്നേ. ഈ തറവാടും മുത്തശ്ശിയെയും ഇവിടെ ഉള്ളവരെയൊക്കെ നീ മറന്നോ മോനെ? പഴയ കാലമൊക്കെ എങ്ങനെ മറക്കും മുത്തശ്ശി? വിട്ടുപോകാത്ത ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന തറവാടല്ലേ ഈ തറവാട്. വാ മോനെ, എല്ലാരും വാ. വരണം വരണം, കയറി വരണം. എല്ലാരും എത്തിയല്ലോ. മഹേട്ടനെവിടെ? മഹേട്ടന് മനസ്സിലായില്ലേ? അല്ല, ഈ വന്നിട്ടുള്ള ബന്ധുക്കളല്ലാതെ വേറെ ആരും വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ വിശിഷ്ടാതിഥിയല്ലേ വന്നിരിക്കുന്നത്. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. വരുമോളെ. ഒരുപാട് നാളായില്ലേ ശ്രേയമോളെ കണ്ടിട്ട്. അകത്തേക്ക് വാ മോളെ. മഹേട്ടൻ ആർക്കോ ഫോൺ ചെയ്തോണ്ടിരിക്കും അവിടെ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മഹേട്ടാ, മഹേട്ടൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നെ? വാ മഹേട്ട. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലക്ഷ്മി, എനിക്കിനി മരിച്ചാൽ മതി. ലക്ഷ്മി, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. ലച്ചു, എടോ കരയില്ലേ, പറയുന്ന കേക്ക്. നീ മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഞാനും പങ്കാളിയല്ലേ. കരയാതിരിക്കെ, എന്റെ കൂടെ ഞാനുണ്ട്. നീ തനിച്ചായി പോവില്ല. നീ മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഞാനും പങ്കാളിയല്ലേ. കരയാതിരിക്കെ, നിന്റെ കൂടെ ഞാനുണ്ട്. നീ തനിച്ചായി
തനിച്ചായി പോവില്ല. ലച്ചു, നീ ഒന്ന് സമാധാനപ്പെട്. കവിത അപ്പച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിരുന്നെങ്കിൽ അത് കാണിച്ചിട്ടാവും നിന്റെ മുന്നിൽ ഒരു പ്രകടനം നടത്തുക. കവിത സത്യം അറിഞ്ഞു. എല്ലാം അവസാനിക്കാൻ പോകുമ്പോഴും എന്നെ സമാധാനിപ്പിക്കാനാണോ നിങ്ങൾ നോക്കണേ? എടോ, കവിത അപ്പച്ചിക്കുള്ളത് ഒരു സംശയം മാത്രമാ. ആ ഡിറ്റക്റ്റീവിൽ നിന്ന് എന്തോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് നിന്നെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കാൻ അപ്പച്ചി ശ്രമിക്കുന്നത്. ഡിറ്റക്റ്റീവിൽ നിന്ന് ഇനി ഒരു തെളിവും അപ്പച്ചിക്ക് കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. ദേ, കവിത അപ്പച്ചി നീ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും നീ സമ്മതിച്ചു കൊടുക്കാതിരുന്നാ മതി. ശക്തിയെ നിഷേധിക്കണം. ആ ഡിറ്റക്റ്റീവ് വഴിയല്ലാതെ ഇങ്ങനൊരു സംശയം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പച്ചയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാവും ഈ വിവരം അയാൾ കൈമാറിയിട്ടുണ്ടാവുക. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷർക്കിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജുവിന്റെ സന്തോഷങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഒരുപാട് ഒരുപാട്. ഇനി അമ്മ കൂടെ സന്തോഷത്തിലാണോ എന്ന് അറിയണം. അവൾക്ക് നമ്മൾ സന്തോഷിച്ച് കണ്ടാ മതി. അതിൽ കൂടുതലൊന്നും അവൾക്കില്ല. ചേച്ചിയുടെ കുറവുകൾക്ക് എങ്ങനെ പരിഹാരമാവാം എന്നോർത്ത് നടക്കൂ അവള്. നിന്റെ മനസ്സിലെന്തോ ഭാരമുണ്ട്. നിന്നെ അറിയുന്നവനല്ലേ ഞാൻ. എന്താ സ്വാതി, നീ എന്നോട് പറ. നീ എന്തിനാ മോളെ എന്നോട് അനിഷ്ടം കാണിക്കുന്നത്? 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഞാനെന്തിനാ സഞ്ജുവിനോട് അനിഷ്ടം കാണിക്കണം? എന്റെ ലോകം ചുരുങ്ങി ചുരുങ്ങി എത്രത്തോളമായി. ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഈ 4 ചക്രത്തില് മുറ്റം വരെ ഒന്ന് പോകാം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. എനിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുമ്പേ നീ ആ സത്യം ഉൾക്കൊണ്ടതാ. ഒരു പുഞ്ചിരിയോടെ നീ അത് നേരിടുകയും ചെയ്തു. പക്ഷെ ഇപ്പോ എന്താ സ്വാതി? ചില സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് താമസം ഉണ്ടാവും. എങ്കിലും ഞാനത് ഉൾക്കൊള്ളും. ഉൾക്കൊള്ളാതെ എനിക്ക് കഴിയില്ലല്ലോ. ആ ഡിറ്റക്റ്റീവ് സ്വാതിയെ വിളിച്ചിരുന്നോ? ഇല്ല. എങ്കിൽ ഇതായിരിക്കില്ല സ്വാതിയുടെ പ്രതികരണം. നീ കുറെ നേരമായിട്ട് വീൽ ചെയറിൽ ഇരിക്കുകയല്ലേ, ഞാൻ എടുത്ത് കിടത്താം. വേണ്ട, അച്ഛനിപ്പോ വരും. പുറത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പോ അച്ഛനെ എന്നെ എടുത്തിരുത്തിയത്. ആരോ ഫോണിൽ വിളിച്ചപ്പോ ഒന്ന് പുറത്തു പോയതാ. എന്നാ ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകും. എനിക്കിപ്പോ അച്ഛന്റെ കൂടെയാ കുറച്ച് സമയം ചെലവഴിക്കാൻ തോന്നുന്നു. സഞ്ജു പൊയ്ക്കോ, അച്ഛനുടനെ വരും. സഞ്ജു ഇവിടെ ഇരുന്ന് സമയം കളയണ്ട, പൊയ്ക്കോളൂ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ സാറേ. ഇനി ആവർത്തിക്കില്ല സാറേ, പ്ലീസ്. എന്നെ ദയവ് ചെയ്ത് കോടതി കൊണ്ടുപോകല്ലേ സാറേ, പ്ലീസ് സാറേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാൽ മതി. അടുക്കരുത്, ആരും അടുക്കരുത്. മാറ്. മാറങ്ങോട്ടോ. ആരെങ്കിലും തൊട്ടാ ഞാൻ ഇയാളെ കൊല്ലും. മാറിക്കങ്ങോട്ട്. ആരും അടുക്കരുത്. ഇയാളെ ജീവനോടെ വേണമെങ്കിൽ ആരും എന്റെ അടുത്തേക്ക് വരരുത്. ആ നടക്ക്. അയ്യോ വിടാനോ പറഞ്ഞ. അടങ്ങി നിൽക്കടാ. അയ്യോ വിശാൽ സാർ ഇവിടെ വന്ന അപകടം ഉണ്ടാവുന്ന ഞാൻ ഈ സാറുമാരോടും പല്ല് സാറിനോടും ഒക്കെ പറഞ്ഞതാ. ആരും വിശ്വസിച്ചില്ല. ഉദയന്നൂരമ്മ കാത്തു. വിശാൽ സാറിന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. വേണ്ട, ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ മതി. വിത്ത് സ്ട്രോങ് എസ്കോർട്ട്. നടക്കണം, അങ്ങോട്ട് നടക്കണം. സർ, ഞാൻ വിശാൽ ഗോപിനാഥ്, പാർവതിയുടെ ഹസ്ബൻഡ്. നിങ്ങൾ ഹോസ്പിറ്റലല്ലായിരുന്നോ? ഡിസ്ചാർജ് ആയതോ അതോ ചാടിപ്പോന്നതോ? ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നറിഞ്ഞാൽ ഏതെങ്കിലും ഭർത്താവിന് സ്വന്തം കാര്യം നോക്കി ഹോസ്പിറ്റലിൽ കിടക്കാൻ കഴിയുമോ സർ? പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്ക് പറയാൻ കഴിയും സർ. എങ്ങനെയെന്നാണ് ഞാൻ ചോദിച്ചത്. ആ പൂക്കളിൽ കെമിക്കൽ സ്പ്രേ ചെയ്തത് ഞാനാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ കൊണ്ട് എങ്ങനെ സമാധാനം പറയിപ്പിക്കുമെന്ന് തൽക്കാലം ആലോചിക്കണ്ട. അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. പാർവതിയെ കൊണ്ട് വിശാൽ ബ്രോ ഏത് നിമിഷവും കയറി വരും. ബ്രോയോട് എന്ത് സമാധാനം പറയുമെന്നാണ് നിങ്ങൾ മൂന്നുപേരും ഇപ്പൊ ആലോചിക്കേണ്ടത്. ജീവൻ വേണമെങ്കിലേ അവര് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് മുങ്ങിക്കും. എന്നിട്ടേ ഏതെങ്കിലും വാടക കൊലയാളിയോ പോക്കറ്റടിക്കാരനെയോ കണ്ടുപിടിച്ച് കല്യാണം കഴിക്ക്. നിന്റെ ഒരു സ്റ്റാൻഡേർഡിന് അങ്ങനെയുള്ളവരെയൊക്കെ കിട്ടും. അതെ, ആര് കെട്ടണതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ഉപദേശമൊന്നും വേണ്ട കേട്ടോ. ഓ ഇടി വിവരം കെട്ടവളെ. നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ നിനക്ക് കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പുളിങ്കൊമ്പില് പിടിക്കാനേ ആഗ്രഹം മാത്രം പോരാ, യോഗ്യതയും കൂടി വേണം. കുറഞ്ഞ പക്ഷം മനസ്സെങ്കിലും നന്നായിരിക്കണം. എടി, വിശാല് പാർവതിയും കൊണ്ട് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടല്ലേ നീ പറയുന്നതൊക്കെ?
ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ പിക്ക് ചെയ്യാനല്ല വിശാല് പോയത്. ഓ കൊലപാതക ശ്രമത്തിനെ പോലീസ് തെളിവ് സഹിതം അറസ്റ്റ് ചെയ്ത ക്രിമിനലിനെ കൂട്ടിക്കൊണ്ടുവരാനാ. ആ കാഴ്ച കാണാനാണ് നീ കാത്തിരിക്കുന്നതെങ്കിലേ ഒരു 5-6 വർഷം ദാ ആ ഗേറ്റിലേക്ക് നീ നോക്കിയിരിക്കേണ്ടി വരും. കുറഞ്ഞത് 6 വർഷമെങ്കിലും ജയിലിൽ കിടക്കാതെ ഇനി അവള് പുറത്തിറങ്ങില്ല. അത് നിന്റെ ആഗ്രഹം. അങ്ങനെ സംഭവിച്ച അറിയാലോ. വിശാൽ ബ്രോ പറഞ്ഞിട്ട് പോയത് നീ മറന്നിട്ടില്ലല്ലോ. പാർവതി ജയിലിൽ കിടന്ന നിന്നെയും നിന്റെ ചേട്ടനെയും കൊന്നിട്ട് വിശാൽ ബ്രോയും ജയിലിൽ പോവുന്ന്. അമ്മയെന്ന് വിളിച്ചു പോയതുകൊണ്ട് എന്റെ അമ്മായിയമ്മയെ വിശാൽ ബ്രോ ഒന്നും ചെയ്യില്ല. മുഖത്ത് നോക്കി നല്ല 4 ഡയലോഗ് പറയത്തേ ഉള്ളൂ. പക്ഷേ അങ്കിളിന്റെ കാര്യം അങ്ങനെയല്ല. ബ്രോ കൊല്ലില്ലായിരിക്കും, പക്ഷെ ചാവിട്ടി കൂട്ടും. ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചരയ്ക്കും. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഒന്നും ചെയ്യല്ലെന്ന് പറയേച്ചി. എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. ഒന്ന് പോടി അവിടുന്ന്. അങ്ങനെ വഴി നടിയരുന്ന് വാങ്ങുന്നവനല്ല ഈ പ്രതാപൻ. എനിക്ക് കൊടുത്താ ശീലം. കണ്ടാൽ അറിയാത്തവനെ കൊണ്ടാലേ അറിയൂ. മാറിക്ക് മാറിക്ക്. എടി എടി എടി. ഇതിനെ ഇനി ഈ കുടുംബത്തിൽ വെച്ച് ഉറപ്പിക്കാനാണ് ഉദ്ദേശം? എത്രയും പെട്ടെന്ന് വിനയോട് പറ ഇവിടെ ഒന്ന് ഡിവോഴ്സ് ചെയ്യാൻ. നല്ല പളുങ്ക് പോലുള്ള ഒരുപാട് വെമ്പിള്ളാരില്ലേ ഈ നാട്ടില്. ഞാൻ ഒപ്പിച്ചേരാം. ഒരു ഗാർഗി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യടുത്തി, ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അത് അധികമാകുമ്പോ അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം വരും. അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അഹങ്കരിക്കാനുള്ള ഐറ്റം ഒക്കെ കയ്യിലുണ്ടെങ്കിലേ അഹങ്കരിക്ക തന്നെ വേണം ശ്യാമേ. മത്സരത്തിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ സ്നേഹത്തോടെ വീണ്ടും പറയുക, നിങ്ങൾ രണ്ടും മത്സരിച്ച് തോക്കാൻ നിൽക്കണ്ട, മാറിക്കോ. ഞാൻ ആരുടെയും വശം പറയല്ല. എന്നാലും മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ ഐശ്വര്യമോളെ ജയിക്കാനാ സാധ്യത. ഐശ്വര്യമോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് 2 പേരും മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ തിരിച്ചൊരു ഉപകാരമായിട്ട് മോളെ എന്ത് ചെയ്യും? അത് ന്യായമായ ചോദ്യം. നിങ്ങൾ 2 പേരും പറയുന്ന 2 പേർക്ക് ഞാൻ ജോലി കൊടുക്കും. എന്റെ ഐശ്വര്യ, നിനക്ക് ഈ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് കൊതി തീർന്നില്ലേ? നോക്ക്, നടക്കാൻ പോകുന്നത് ബുദ്ധി പരീക്ഷയാ, ശക്തി പരീക്ഷയല്ല. ശക്തി കൊണ്ട് നീ കുറെ പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ബുദ്ധിയില്ലാത്തത് കാരണം അതൊന്നും അത്രയ്ക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കമ്പനിയും കുടുംബവും നിന്റെ കീഴിൽ കൊണ്ടുവരണം, അതല്ലേ ഉള്ളില്. അഥവാ ഞങ്ങൾ അതിന് സമ്മതിച്ചാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ അതിന് സമ്മതിക്കില്ല. എന്തിനാ വെറുതെ ഐശ്വര്യടുത്തി പറയുന്ന എനിക്ക് ഉത്തരം പറയാൻ നിൽക്കുന്നേ? പരീക്ഷയ്ക്കിന് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ തർക്കം? ഓ, ഭക്തമീര പ്രഭാഷണം തുടങ്ങിയല്ലോ. കളിയാക്കണ്ട ഐശ്വര്യടുത്തി. ഐശ്വര്യടുത്തിയെ സംബന്ധിച്ച് വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നത് മാത്രമാണ് ഭക്തി. എന്നെ സംബന്ധിച്ച് ഭക്തി എന്ന് പറയുന്നത് സ്നേഹ. ആ സ്നേഹത്തെയാ ഞാൻ കൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. എനിക്ക് കൃഷ്ണനാണെങ്കിൽ വേറൊരാൾക്ക് മറ്റൊരു ദൈവം. വിളക്കിനെയും സ്നേഹമായിട്ടേ കാണുന്നുള്ളൂ. സ്നേഹത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തോണ്ടാ ഐശ്വര്യടുത്തി ഭക്തിയെ കളിയാക്കുന്നത്. എന്തായാലും മത്സരം കഴിഞ്ഞ് ഫലം വരട്ടെ, അപ്പൊ കാണാലോ ആര് ജയിക്കുമെന്ന്. ആഹാ, 3 പേരും ഉണ്ടല്ലോ.
നിങ്ങൾ 3 പേരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ? നിങ്ങളിൽ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട്. വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിരിക്കും അത്. ജയിക്കുന്ന ആളിനെ ഞാൻ വിളക്കുഴിഞ്ഞ് സ്വീകരിക്കും. അവർക്ക് വേണ്ടി വീട് ഒരുക്കും. ജയിച്ചു വരുന്ന ആളിന്റെ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ജയിക്കുന്ന ആളിന് എന്റെ മുകളിൽ സ്ഥാനവും തരും. വിജയിക്കുന്ന ആളിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അമ്മ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയും ചോദിക്കും. ദേ, ഇനി അവസാന ദിവസങ്ങളാ. ആത്മാർത്ഥതയോടെ പഠിക്കണം. കമ്പനിയുടെയും കുടുംബത്തിന്റെയും കീർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മളൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിയവരാ. ആ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ലക്ഷ്യം സാധിക്കുമെന്ന്. ഇന്ന് തന്നെ കണ്ടില്ലേ, ചാനലിൽ ആൾക്കാർ ചോദ്യം ചോദിച്ചത് മനഃപൂർവ്വമായിരുന്നു. അങ്ങനെയാ എനിക്ക് തോന്നിയത്. നമ്മളെ കൊടുക്കണമെന്ന് അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നത് പോലെ. അല്ലെങ്കിൽ പിന്നെ കേരളം പോലൊരു ചാനല് എന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കോ? ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ചാൽ ആദ്യം വന്നു. അന്ന് എന്താ പറഞ്ഞത്? ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഇന്നിപ്പൊ പാടാൻ പറഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞു മാറാൻ ഇത്രയൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ടവര് പാടിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന പോലെയായിരുന്നു. ഞാനപ്പ ആ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിലേ അവിടെ തീർന്നേനെയല്ല. ഇനി ശ്യാമ ബുദ്ധിപൂർവ്വം കളിക്കുകയാണോ? ഒരു മണ്ടി പെണ്ണായിട്ട് അഭിനയിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയാണോ? ഏതെങ്കിലും രീതിയിൽ ചാനലിനെ സ്വാധീനിച്ച് ഇന്റർവ്യൂവിനായിട്ട് അയച്ചതാണോ? അവള് പറഞ്ഞിട്ടുണ്ടായിരിക്കോ നിന്നെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന്? അങ്ങനെ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. നമുക്കെതിരെ ഇനിയും അവളെങ്ങാനും നീങ്ങി അവളുടെ അന്തി വയ്ക്കും മോളെ. അയ്യോ മമ്മി, അവളില്ലാതായ പിന്നെ ഞാൻ എങ്ങനെ പാടും? പുതിയൊരാളെ നമ്മളെ ഇറക്കുമതി ചെയ്യും. ചിലപ്പോ ഒക്കെ നമ്മുടെ തോന്നലും ആവാം. റേറ്റിംഗിന് വേണ്ടിയായിരിക്കും നിന്നെ കൊണ്ട് അവര് പാടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചത്. എന്തായാലും ക്ലബിന്റെ വാർഷികത്തിന് അവള് പാടാൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കിയൊക്കെ അന്ന് തീരുമാനിക്കാം. അന്ന് വന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ അവള് പാടില്ല. അപ്പൊ സർ, നമ്മൾ മലയാളികൾക്ക് മുൻപിൽ പുതിയൊരു പാട്ടുകാരി അവതരിപ്പിക്കുകയാണ്, കൃഷ്ണ തുളസി. മലയാളികൾക്ക് മുമ്പിലല്ല സർ, ലോകത്തിന് മുമ്പിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുന്ന ശബ്ദമായിരിക്കും കൃഷ്ണ തുളസിയുടേത്. ആദ്യ ആളുകൾ ചെറുതായിട്ട് ശ്രദ്ധിക്കും. 1 മാസം കൊണ്ട് കൃഷ്ണ തുളസി ജനമനസ്സിൽ ഇടം നേടും. അപ്പോ നമുക്ക് അപ്ലോഡ് ചെയ്യാലേ സർ? ശ്യാമേ, കണ്ണാ, ഞാൻ പാടിയതാ. ഒരു വർഷം, അതിനുള്ളിൽ തന്റെ പ്രശസ്തി അതിരുകൾക്കപ്പുറം ചെല്ലും. ഇപ്പൊ പഠിക്കാൻ
100% ആത്മവിശ്വാസം കിട്ടി. കൃഷ്ണ, എല്ലാത്തിനും നന്ദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടപ്പോ ഏതോ മനോരാജ്യത്തിലാണെന്ന് മനസ്സിലായി. ഞാൻ വന്ന് അത് നശിപ്പിച്ചോ? ഒരു കൈക്കുമ്പിൾ പൂവെടുത്ത് മഴ പോലെ പെയ്യിക്കുന്ന ഒരാൾക്ക് ഒന്നും നശിപ്പിക്കാനാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇന്ന് ഞാനൊരു മനോരാജ്യത്താണെങ്കിൽ അവിടെ ഒരു യുവരാജാവും ഉണ്ടായിരിക്കും. അതാണ് എന്റെ മുന്നിൽ നിൽക്കുന്നയാൾ. അത്ഭുതമായിരിക്കുന്നു. തൃപ്പങ്ങോട്ട് സുഭദ്രയ്ക്ക് കവിതയും വശമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കേട്ടിടത്തോളം സുഭദ്ര കളരിത്തറയിലെ മർമ്മമറിഞ്ഞ അഭ്യാസിയും അറിവിന്റെ നിറകൂടമാണ്. പെണ്ണഴകിന്റെ നാണവും ലജ്ജയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ സംശയിച്ചു. പെണ്ണിന്റെ അഴക് നാണവും ലജ്ജയും മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് അന്തസ്സും ആത്മാഭിമാനവുമാണെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കും. പക്ഷേ ഏത് പെൺകുട്ടിയും ആദ്യ രാത്രിയിൽ അവളുടെ പുരുഷന്റെ മുന്നിൽ ഒന്ന് ചൂളിപ്പോകുമോ എന്നൊരു സംശയം ഉണ്ടെനിക്കിപ്പോ. പ്രത്യേകിച്ചും ഒരു ശ്വാസനിശ്വാസത്തിന്റെ ദൂരത്തിൽ ഒരു അന്യപുരുഷൻ ആദ്യമായാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ അനുഭവം അങ്ങനെ തന്നെയാ. കോട്ടയ്ക്കൽ മേഘനാഥന്റെ തലവെട്ടം കണ്ടാൽ ഏത് പെണ്ണും നമസ്കാരം പറഞ്ഞ് ദൂരെ മാറി പോവുകയുള്ളൂ. പക്ഷെ ഇന്നിതാ ഒരു പെൺകുട്ടി. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചന്തമുള്ള പെൺകുട്ടി. അവൾ ഇന്നിതാ എന്റെ മുന്നിൽ നിൽക്കുന്നു. ഏറ്റവും പ്രണയം നിറഞ്ഞ മനസ്സോടെ എന്നെ മാത്രം മനോരാജ്യം കണ്ട്. ഇനി വേണം നമ്മുടെ രണ്ടുപേരുടെയും ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരാൻ. പൂവും പൂമഴയുമല്ല ഇനി നിന്നിൽ പെയ്തിറങ്ങാൻ പോകുന്നത്. ഈ മേഘനാഥന്റെ പ്രണയമഴയാണ്. ഇനി എന്നും എപ്പോഴും നമ്മൾ ഒന്നായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞെന്തിനാ ഈ വേണ്ടാത്ത വേലയ്ക്കൊക്കെ പോകുന്നേ? പൂ കെട്ടാനും തറ ഒരുക്കാനും തീർത്ഥം കരുതി വെക്കാനും ഒക്കെ ഇവിടെ ഞങ്ങളുണ്ടായിരുന്നല്ലോ. എന്നും ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നേ? എനിക്കല്പം വിശേഷം ഉണ്ടായെന്ന് വെച്ച് എന്നെ എല്ലാരും കൂടി ഒരു മൂലയിൽ പിടിച്ചിരുത്തുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ ജോലി ഞാനും ചെയ്യട്ടെന്നേ. അങ്ങനെ ഇപ്പൊ ഒരു ജോലി ചെയ്യണ്ടെങ്കിലോ?
അതെ, സുഭദ്ര കുഞ്ഞിന് അല്പകാലത്തേക്ക് വിശ്രമം പറഞ്ഞിരിക്കുന്നത് ഞാനാ. തൃപ്പൻകോട്ടൊരു രാജകുമാരൻ ജനിക്കുമ്പോ അവനെ നോക്കുക എന്നുള്ളതാണ് ഇനി നിന്റെ ജോലി. അതുവരെ ഞാനും നിന്റെ അനിയത്തിമാരും വീട്ടുകാരും ദേശക്കാരും ഒക്കെ ഉണ്ടാവും, ഏത് സഹായത്തിനും. അതുവരെ എന്റെ പൊന്നു മോളൊന്ന് വിശ്രമിക്കും. എന്താ? അല്ലച്ചാ, ഞാൻ ഒന്നും പറയണ്ട. അച്ഛനിപ്പോ തൃപ്പങ്ങോട്ട് അമ്പലത്തിലേക്ക് പോവുക. ചേച്ചിക്കും കുഞ്ഞിനും വേണ്ടി വിശേഷാൽ പൂജയും പ്രസാദ വിതരണവും ഉണ്ടവിടെ. ചേച്ചി ഇപ്പൊ ആരതി ഒഴിഞ്ഞ് അച്ഛനെ യാത്രയാക്കിയാ മതി. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ദർശനത്തിന്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എല്ലാവരും കൂടി സംഘടിച്ചു വന്നിരിക്കുകയല്ലേ. അച്ഛൻ നിൽക്ക്, ഞാൻ ആരതി ഒഴിയാം. ആയിക്കോട്ടെ. ശ്യാമളേച്ചി. ഈശ്വര, അപശകുനമാണല്ലോ. അതെ, ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഓ, ഇത് കാറ്റെന്തോ കറങ്ങി വീശിയതാണെന്നേ. ഉഴിയല് പൂർത്തിയായതാണല്ലോ. ഇനി ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ കുടുംബത്ത് പോയിരിക്കും. അച്ഛാ, അച്ഛൻ ഇങ്ങനെ ഒരിടത്തും പോണ്ട. എന്റെ നെഞ്ചില് എന്തോ പിടച്ചില് തോന്നുന്നുണ്ട്. അതെ അച്ഛാ, എന്തോ ദുർനിമിത്തം ഉള്ളതുപോലെ. അയ്യോ മക്കളെ, അത് പറ്റില്ല. തൃപ്പൻകോട്ട് അമ്പലത്തിൽ മാത്രമല്ല, ആറ്റിൻകരയിൽ ആദികേശവ ക്ഷേത്രത്തിൽ കൂടെ പോകാനായിട്ടാ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം എന്നെ അവിടെ കാത്തിരിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ ഇന്ന് അച്ഛനോടൊപ്പം എന്റെ ഭർത്താവ് കൂടെ സഹായത്തിന് വന്നോട്ടെ. ഞാൻ പറയാം കൂടെ വരാൻ. ശ്യാമളേച്ചി, അദ്ദേഹത്തിനോട് പറയൂ ഒന്നിങ്ങോട്ട് വരാൻ. അയ്യോ കുഞ്ഞി, അദ്ദേഹം കുറെ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പോയല്ലോ. അമ്മയുണ്ടായിരുന്നു കൂടെ. എനിക്ക് തോന്നുന്നത് അവരും ഏതോ അമ്പല ദർശനത്തിന് പോയെന്നാ. കണ്ടില്ലേ, എല്ലാരും തൃപ്പൻകോട്ടെ കുഞ്ഞു രാജകുമാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിരിക്കുക. അതിനിടയിൽ ഒരു കർപ്പൂരം അണഞ്ഞു എന്ന് വെച്ച് ഞാൻ ഇവിടെ കയറി ഒളിച്ചിരുന്നാൽ അത് നാണക്കേടാവും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. സംഭവിക്കേണ്ടതേ സംഭവിക്കൂ. അച്ഛൻ പോയിട്ട് വരാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തറവാട്ടിൽ ഈ ജലാശയത്തെ പറ്റി സീതാലക്ഷ്മി വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഈ കുളത്തിനെ പറ്റി മാത്രമേ അവള് പറഞ്ഞുള്ളൂ. ഈ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. വീട്ടുകാരെ പറ്റി പറഞ്ഞു, അത് പിന്നീട് പറയാം. തറവാടിനൊക്കെ പ്രായമുണ്ടല്ലോ ഈ കുളത്തിന്. അപ്പൊ കുളം കുഴിച്ചതിന് ശേഷമായിരിക്കും തറവാട് പണിതിരിക്കുന്നത്, അല്ലയോ? എന്ത് കറക്റ്റാ. ഇവിടുത്തെ ഞങ്ങളുടെ പഴയ കാരണവര് മഹാകച്ചറായിരുന്നു. പുള്ളി തറവാട് കുളം തൊട്ടിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് വന്ന കാരണവര് അടിപൊളിയായിരുന്നു. പുള്ളി തറവാട് ഉണ്ടാക്കി. ഉത്തമ, നീയും കൂടി ഇനി ചരിത്രം വിളമ്പാൻ നിൽക്കണ്ട. അതിന് ചരിത്രം എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ അവന് വിശദീകരിക്കാന്. അല്ല സ്വാമിമാരെ, നിങ്ങൾ ഈ ആശ്രമത്തിന് സ്ഥലം അന്വേഷിക്കാൻ വന്നിട്ട് ഈ കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങണെന്താ? എന്റെ പങ്കു, അതെ, അവര് കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങോ കറങ്ങാണ്ടിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ആത്മീയതയെ കുറിച്ച് നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ടാ. അമ്മാവാ, ഈ ആത്മീയതയും രാഷ്ട്രീയവും ഒരിക്കലും ചേരൂല. എല്ലാവരും ഒന്ന് കുറച്ചു നേരം മിണ്ടായിരിക്കാവും. ഇത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നേ. ഒന്നും നീ ഒന്ന് വായടക്കുന്നേ ആദ്യം. എന്താ സ്വാമി, വരാലിനെ കണ്ട? എന്താ സ്വാമി, കുഴപ്പം വല്ലതും ഉണ്ടോ? വരാലിനല്ല, വെള്ളത്തിന് ഒരു കുഴപ്പമില്ല.
സവിശേഷമായ സ്ഥാനത്താണ് ഈ കുളം പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുളത്തിലെ വെള്ളത്തിനും ഒരു ദിവ്യത്വമുണ്ട്. ഈ നാറിയ വെള്ളത്തിനാ അതെ, നാറിയ വെള്ളം നിനക്ക്. അവര് സന്യാസിമാരാ, അവർക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, അവർക്ക് പലതും കാണാൻ പറ്റും. ഇതിന് ദിവ്യദൃഷ്ടി എന്നല്ല പറഞ്ഞ മൂക്കടപ്പുന്ന മണം കിട്ടുണ്ടാവൂല. എന്റെ ദൈവമേ, ഒന്നും മിണ്ടോണ്ടിരിക്കണോ നീ ഒന്ന്. അല്ല സ്വാമി, ഈ കുളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുളം നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ? അതല്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ ടാങ്കറിൽ അടിച്ച് ആശ്രമത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? എന്തിന്? ആശ്രമം തന്നെ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് എന്തിനീ കുളം അങ്ങോട്ട് കൊണ്ടുപോകണം? അപ്പൊ കുളത്തിന്റെ കാര്യം ഒരു തീരുമാനമായടാ. അതെ അതെ അതെ. അല്ല സ്വാമി, നിങ്ങൾ ഈ ആശ്രമത്തിൽ കഴിയുന്ന ആളുകൾക്ക് കുളം എന്തിനാ? മീൻ വളർത്താനുള്ള പരിപാടി ഉണ്ടോ? മീൻ വളർത്താനാണെങ്കിൽ ഫിലോപ്പിന് ഇട്ടാ മതി, ഗിഫ്റ്റ് ഫിലോപ്പി. അതാകുമ്പോ നഷ്ടം വരില്ല. അതെ. എടോ, മീൻ വളർത്താനൊന്നും അല്ലടോ, എന്റെ ചെമ്മീനാ. എടോ, ആശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുളത്തിലായിരിക്കും സ്വാമിനി നാഗചൈതന്യയുടെ നീരാട്ട്. ചൊറിഞ്ഞു നാശാവട്ടാ. ആശ്രമം തുടങ്ങി കഴിയുമ്പോൾ ഈ കുളത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരിക്കും. ഈ പുള്ളി എന്ത് പൊട്ടൻ സ്വാമിയാണ്? ഒഴുക്കൊക്കെ പുഴയിലല്ലേ, ഇത് കല്ല് കെട്ടി കുളം ഇവിടെ ഒഴുക്കുണ്ടാവൂല. ഇയാള് വന്നപ്പോലും ഇവിടെ തുടങ്ങിയാണ് ഒരുമാതിരി ചൊറച്ചില്. അയ്യോ, അത് കാര്യമാക്കണ്ട സ്വാമി, ഇവനെ ജന്മന എങ്ങനെയാ പൊട്ടനാ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, പർണശാല പണിയുന്ന സ്ഥലം ഒന്ന് പോയി നോക്കാം. എന്നാ വരും. സൂക്ഷിച്ച്. തിരിഞ്ഞുപോയി. അതെ, നിങ്ങൾ വന്നില്ലേ പർണശാല പണിയുടെ സ്ഥലം കാണാൻ? അയ്യോ ഉത്തമസ്വാമി ചേർന്നാട്ടെ, ഞങ്ങൾക്ക് ഈ പ്രഹസനം കാണാൻ. അതെ അതെ. അല്ല, ഈ പർണശാല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായ തോന്നിയത് പറയുമ്പോ സ്വാമിമാര് കർണപട അടിച്ചു പൊളിക്കും. അപ്പൊ കൊണ്ടേ കിടത്താനുള്ള സ്ഥലമാണ് പർണശാല. ആശുപത്രി അങ്ങനെ പറയണ്ട, നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാ വങ്കി കാണുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.